ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് കാഴിവ്, അതായത് KAZHIV എന്നൊരു അന്താരാഷ്ട്ര അക്കാഡമിയെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ്. അവരുടെ ഭാവി പരിപാടികളെ കുറിച്ചുള്ള ഒരു വിശദമായ പ്ലാൻ. ഇതിലൊരു ഒരു കൗതുകം എന്താന്ന് വെച്ചാൽ, ഇത് യോഗയുടെ പഴയ അറിവുകളും പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന പുതിയ ടെക്നോളജിയും നമുക്ക് ജീവിതത്തിൽ വേണ്ട പല കഴിവുകളും ഇതെല്ലാം കൂടി ഒരുമിപ്പിക്കാൻ നോക്കുന്നു എന്നതാണ്. ശരിയാണ്. ഈ അക്കാഡമിയുടെ പ്ലാനുകൾ, പിന്നെ ഇതിന്റെ സ്ഥാപകനായ മോഹനകൃഷ്ണൻ MT, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം അല്ലേ? ഈ കാഴിവ് എന്ന സംരംഭം അതെങ്ങനെയാണ് ആളുകളെയും സമൂഹത്തെയും ഒക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ ആശയം? നിങ്ങൾക്കും കേൾക്കാമല്ലോ. തീർച്ചയായും. നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ നോക്കുമ്പോഴേ അറിയാം, കാഴിവ് ഒരു സാധാരണ ട്രെയിനിങ് സെന്റർ അല്ല. ഇത് മോഹനകൃഷ്ണൻ MTയുടെ ഒരു വിഷൻ, ഒരു ദർശനത്തിൽ നിന്ന് വന്നതാണ്. വ്യക്തിപരമായും സാമൂഹികമായും ഒരു വളർച്ചയുണ്ടാക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. ഓഹോ. ഇതിന്റെ എല്ലാം ഒരു കാതൽ എന്ന് പറയുന്നത് ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ് ആണ്. വെറും പുസ്തക അറിവല്ല, മറിച്ച് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ, നമ്മുടെ അന്വേഷണങ്ങൾ, മറ്റുള്ളവരോടുള്ള ഒരു കരുണ, അതിലൂടെയൊക്കെ കിട്ടുന്ന ഒരു തരം ആഴത്തിലുള്ള മനസ്സിലാക്കൽ. അപ്പോ നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷൻസ് ഇല്ലേ, അതൊക്കെ മാറ്റി ഒരു ശാന്തത കൊണ്ടുവരാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യം തരാനും നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉൾക്കാഴ്ച. അതാണ് അവർ പറയുന്നത്. ഈ ആശയങ്ങളൊക്കെ കാണിക്കുന്ന ചില ചിത്രങ്ങളും അവരുടെ പ്ലാനിലുണ്ട്. ഒരു തിളങ്ങുന്ന ഭൂമി, അത് ലോകം മുഴുവനുള്ള ബന്ധം കാണിക്കാനാണ്. പിന്നെ യോഗ ചെയ്യുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ, അത് ഐക്യവും സൗഹൃദവും കാണിക്കുന്നു. അതോടൊപ്പം പ്രകൃതിയുടെ ചില ചിഹ്നങ്ങൾ, ഒരു ബാലൻസും എനർജിയൊക്കെ കാണിക്കാൻ. കൊള്ളാം. ഈ കാഴ്വ് മുന്നോട്ട് വെക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു ബേസ് ആയിട്ട്, ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നത് A to Z ഓഫ് ലൈഫ് എന്നൊരു മോഡലാണ്. ഇത് കേൾക്കുമ്പോ എന്തോ വലിയ സംഭവമായിട്ട് തോന്നാം. പക്ഷെ സിമ്പിൾ ആയി പറഞ്ഞാല്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ വെച്ച് ഒരു ഓർഡറിലാക്കിയിരിക്കുന്നു. അതെ. ഉദാഹരണത്തിന് A എന്ന് പറഞ്ഞാൽ ആക്ഷൻ, അതായത് പ്രവർത്തനം. B എന്നാൽ ബിലീഫ്, വിശ്വാസം. അങ്ങനെ പോയി Z എത്തുമ്പോ സീൽ, അതായത് ആവേശം. ഓരോ ക്ലാസ്സുകളും ഈ ആശയങ്ങളിൽ ഒന്നോ അതിലധികമോ ഫോക്കസ് ചെയ്യും എന്നാണ് അവരുടെ പ്ലാൻ. അതെ. ഇതിലൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ A to Z ഫ്രെയിംവർക്ക് നമ്മുടെ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളെയും ഒന്ന് തൊട്ടുപോകുന്നുണ്ട്. നമ്മുടെ ബേസിക് സ്വഭാവങ്ങൾ, ഹാബിറ്റ്സ്, അത് A മുതൽ D വരെ. പിന്നെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് E മുതൽ H വരെ. മറ്റുള്ളവരുമായി നമ്മൾ എങ്ങനെ ഇടപെടുന്നു, അതായത് സോഷ്യൽ സ്കിൽസ്, അതിന് JR പോലുള്ള അക്ഷരങ്ങൾ. അറിവ് നേടുന്നത് KQ, ടെക്നോളജി ഉപയോഗിക്കുന്നത് V, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത് W. അങ്ങനെ അതങ്ങ് പോകുന്നു. ഓ, അപ്പൊ ഇത് വളരെ കോംപ്രിഹെൻസീവ് ആണല്ലേ? അതെ, തീർച്ചയായും. ഇതിനു പുറമെ കുറച്ചധികം മൂല്യങ്ങളും അവർ ചേർത്തിട്ടുണ്ട്. ആരാധന, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ആരാധന പോലെ ഭംഗിയായി ചെയ്യുക, അതാണ് കർമ്മയോഗം. ഭക്തി, ഒരു സമർപ്പണ മനോഭാവം, ഭക്തിയോഗം. ജ്ഞാനം, അറിവും ബോധവും, ജ്ഞാനയോഗം. പിന്നെ റോയൽ, ഒരു രാജകീയ ജീവിതശൈലി, രാജയോഗം. ഇതൊക്കെ നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിന് ഒരു ഒരു ഉയർച്ച നൽകാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെറുതെ കുറെ സ്കിൽസ് പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഒരു വ്യക്തിയുടെ ശരീരം, മനസ്സ്, സമൂഹം, ഈ തലങ്ങളിലെല്ലാമുള്ള ഒരു സമ്പൂർണ്ണ വളർച്ചയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതൊരു മോഡ്യുലർ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് മോഡ്യുലർ എന്ന് പറയുമ്പോ, അതായത് തുടക്കക്കാർക്ക് ചിലപ്പോൾ A മുതൽ J വരെയുള്ള തത്വങ്ങളിൽ ശ്രദ്ധിക്കാം. അത് കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകാം. U മുതൽ Z വരെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓരോ ഘട്ടം കഴിയുമ്പോഴും സർട്ടിഫിക്കറ്റുകളും കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ യോഗയുടെ ആശയങ്ങൾ, AIയുടെ സാധ്യതകൾ, ജീവിത നൈപുണ്യങ്ങൾ, ഇതെല്ലാം ഒരുമിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? പറയാം. ഈ പരിപാടികളൊക്കെ ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഹ്രസ്വകാലം, അതായത് ഒരു 1-2 വർഷം. പിന്നെ മധ്യകാലം, ഒരു 3-5 വർഷം. പിന്നെ ദീർഘകാലം, 5 വർഷത്തിന് മുകളിൽ. അതെ, ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വലിയ പദ്ധതി നടപ്പാക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത്
യോഗയും അതുമായി ബന്ധപ്പെട്ട വെൽനസ് പ്രോഗ്രാമുകളുമാണ്. ശരി, ഒന്നാം ഘട്ടത്തില് സ്റ്റേജ് 1 എന്തൊക്കെയാണ് വരുന്നത്? തുടക്കത്തില് മിക്കവാറും ദിവസേന ചെയ്യാൻ പറ്റുന്ന യോഗ ദിനചര്യകളായിരിക്കും. അതായത് ആസനങ്ങള്, പിന്നെ ശ്വാസം എടുക്കുന്ന വ്യായാമങ്ങള്, പ്രാണായാമം, ധ്യാനം, ഇതൊക്കെ. ഇതവരുടെ A to Z ലിസ്റ്റിലെ E എക്സസൈസ്, H ഹെൽത്ത് ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് കൂട്ടാനുള്ള വർക്ക്ഷോപ്പുകളും ഉണ്ടാകും. ഇത് F ഫോക്കസ്, I ഇൻസൈറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? ശരിയാണ്. യോഗയെ ഇവിടെ എല്ലാത്തിനും ഒരു അടിസ്ഥാനമായിട്ടാണ് അവർ കാണുന്നത്. ഒരു മനസ്സമാധാനം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊരു അവബോധം, അതിനൊക്കെ യോഗ സഹായിക്കും. പിന്നെ യോഗയുടെ ചില തത്വങ്ങളില്ലേ, സ്വയം നന്മ ചെയ്യുക, ഒരു അച്ചടക്കം പാലിക്കുക, അതിനവർ തപസ് എന്ന് പറയുന്നു. പിന്നെ എല്ലാവരിലുമുള്ള ഒരു ഐക്യം കാണുക, സമത്വം, ഇതിനൊക്കെയാണ് പ്രാധാന്യം. ഈ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഊർജമാണ് എന്നൊരാശയമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില റിട്രീറ്റുകൾ, അതായത് കുറച്ച് ദിവസത്തെ ക്യാമ്പുകൾ പോലെ. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ കാഴ്ചപ്പാടുകളോ പോസിറ്റീവ് ആക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആയിരിക്കാം. ഘട്ടം 3 കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ യോഗ പ്രാക്ടീസിലെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ വരും. ഓ, അതെങ്ങനെ? ഉദാഹരണത്തിന് ഒരു ആപ്പ്, അത് നിങ്ങളുടെ യോഗ പോസുകൾ ശരിയാണോ എന്ന് ക്യാമറയിലൂടെ നോക്കി പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസം എടുക്കുന്ന രീതി നിരീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ വരാം. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. യോഗ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ക്ലാസ്സുകളാണല്ലോ. ഇത് വളരെ വലിയൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് മുതൽ കോർപ്പറേറ്റ് ജീവനക്കാർക്ക് വരെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലോ. അതെ, വളരെ വിപുലമാണ്. അപ്പോ ഘട്ടം 1 കുട്ടിലാക്കായിട്ട് എന്താണ്? A ആക്ഷൻ, B ബിലീവ്, T ടാലന്റ്. ഇതൊക്കെ വെച്ച് കളികളിലൂടെ യോഗ, ചിലപ്പോ സിമ്പിൾ AI ഗെയിമുകൾ, അങ്ങനെയൊക്കെ ആവും. മുതിർന്നവർക്ക് സാധാരണ ക്ലാസ്സുകളും വേണമെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സുകളും ഉണ്ടാകും. തുടക്കത്തിൽ കമ്മ്യൂണിക്കേഷൻ C, ഡിസിപ്ലിൻ D, മാനേജ്മെന്റ് M, പ്രൊഡക്ടിവിറ്റി P, ഇതിലൊക്കെ ആവും ശ്രദ്ധിക്കാം. അതെ, 2ാം ഘട്ടത്തിൽ ഗ്രൂപ്പുകൾക്കും കമ്പനികൾക്കുമൊക്കെ വേണ്ടിയുള്ള പരിശീലനമാണ്. ടീം വർക്ക് J, പരസ്പരം ബഹുമാനിക്കുന്നത് R, ഒരു വൈകാരിക സപ്പോർട്ട് സിസ്റ്റം L, ലൈഫ് ലൈൻ, ഇതിനൊക്കെ പ്രാധാന്യം നൽകും. ഇതിനായിട്ട് ചിലപ്പോൾ AI സിമുലേഷനുകൾ വരെ ഉപയോഗിച്ചേക്കാം, ടീം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അനലൈസ് ചെയ്യാൻ. അതുപോലെ സ്കൂളുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും പ്ലാൻ ഉണ്ട്. അറിവ് K, ചോദ്യം ചോദിക്കാനുള്ള ഒരു മെന്റാലിറ്റി Q, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം U, അപ്ഗ്രഡേഷൻ, ഇതിനൊക്കെ ഊന്നൽ നൽകി ഗവൺമെന്റ്, പ്രൈവറ്റ് സ്കൂളുകളുമായിട്ട് സഹകരിക്കാം. 3ാം ഘട്ടത്തിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയ ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു. ഓട്ടിസം ബാധിച്ചവർ, മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, പിന്നെ പ്രായമായവർക്ക് വേണ്ടി വൃദ്ധസദനങ്ങളിൽ വർക്ക്ഷോപ്പുകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് അവരുടെ ലിസ്റ്റിലെ W, X, Z എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ നേരത്തെ പറഞ്ഞ ഭക്തി, ജ്ഞാനം പോലുള്ള അധിക മൂല്യങ്ങളും ഇവിടെ പ്രധാനമാകും. അപ്പോ ഈ A to Z ഫ്രെയിംവർക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു. യോഗ ഒരു മാനസിക സന്തുലനത്തിന് സഹായിക്കുന്നു. AI ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ പഠിക്കാൻ സഹായിക്കുന്നു. ഇതാണോ ഇതിലെ ഒരു കോർ ഐഡിയ? കൃത്യമായി പറഞ്ഞാൽ അതെ, അതാണ് സംയോജനം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും അവരുടെ പലതരം ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, സേഫ്റ്റി, ഇൻഷുറൻസ് പോലുള്ള പ്രായോഗിക വിഷയങ്ങൾ വരെ ഇതിൽ വരുന്നുണ്ട്. ഇനി AI കാര്യത്തിലേക്ക് വരാം. AI ഇവിടെ വെറുമൊരു ലേണിംഗ് ടൂൾ മാത്രമല്ല, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് ടൂൾ കൂടിയാണെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. ഘട്ടം 1 ഈ ലൈഫ് സ്കിൽസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന AI ടൂളുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. ഉദാഹരണത്തിന് യോഗ ചെയ്യുന്നതിന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ സഹായിക്കുന്ന VR, വെർച്വൽ റിയാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുന്ന ആപ്പുകൾ. ഇത് V വെർച്വൽ, K നോളജ്, U അപ്ഗ്രേഡേഷൻ ഒക്കെയായി കണക്റ്റഡ് ആണ്. ശരിയാണ്. 2ാം ഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന റീലുകളും പോസ്റ്റുകളും ഉണ്ടാക്കാനും പരസ്യങ്ങൾക്കും സർവേകൾക്കുമായി AI അനലിറ്റിക്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള പരിശീലനവും ഉണ്ടാകും. ഇത് ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുമല്ലോ. തീർച്ചയായും. 3ാം ഘട്ടത്തിൽ ഇത് കുറച്ചുകൂടി സീരിയസ് ആപ്ലിക്കേഷനുകളിലേക്ക് കടക്കും. ബിസിനസ്സുകൾക്ക് വേണ്ടി മാർക്കറ്റ് സർവേകൾ നടത്താൻ AI ഉപയോഗിക്കുന്നത്, സ്ഥാപനത്തിനകത്തും പുറത്തുമുള്ള ക്വാളിറ്റി ചെക്കിങ്ങിന്, പിന്നെ അക്രഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്കുമൊക്കെ AI എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള പരിശീലനം ഇതിൽ വരും. ഓഹോ,
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, AI ഡാറ്റയെ ബേസ് ചെയ്ത് ചില ഇൻസൈറ്റ്സ് കൊടുക്കുന്നു. അത് യോഗയെയും മറ്റ് സ്കിൽസിനെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ലെവൽ എങ്ങനെ മാറുന്നു എന്ന് AI ഫീഡ്ബാക്ക് ആയിട്ട് തന്നാൽ അത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോ ഇത് ആളുകൾക്ക് പുതിയ ടെക്നോളജിയിൽ ട്രെയിനിങ് നൽകുന്നതിനോടൊപ്പം ഈ അക്കാഡമിക്ക് ഒരു വരുമാന മാർഗം കൂടിയാവുന്നു. കഴിവ് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം കമ്മ്യൂണിറ്റി സേവനാധിഷ്ഠിത പരിപാടികളും ഈ പ്ലാനിന്റെ ഭാഗമാണല്ലോ. അതെ, അതും പ്രധാനമാണ്. ഘട്ടം 1 കമ്മ്യൂണിറ്റി തലത്തിലുള്ള പരിപാടികൾ, പിന്നെ ഡേ കെയർ സെന്ററുകൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ എന്നിവയൊക്കെ വരുന്നുണ്ട്. ഇത് ജി നല്ല ഗുണങ്ങൾ, എസ് സേഫ്റ്റി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്യുന്നതിനും ഊന്നൽ നൽകുന്നു. ശരിയാണ്. ഘട്ടം 2 സർവേകളും ഗവേഷണങ്ങളും വരുന്നു. ഒരു പക്ഷേ ഈ ലൈഫ് സ്കിൽ ട്രെയിനിങ് ആളുകളിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ AI ഉപയോഗിച്ച് ഡേറ്റ അനലൈസ് ചെയ്യാം. ഇത് അതായത് ജ്ഞാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 3-ാം ഘട്ടമാകുമ്പോഴേക്കും ഈ സേവനങ്ങൾ കുറച്ചുകൂടി വിപുലമാകും. ടൂറിസവുമായി ബന്ധപ്പെട്ട റിട്രീറ്റുകൾ, ചിലപ്പോൾ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സർവീസ്, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ, വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യം, പിന്നെ സസ്റ്റൈനബിൾ ലിവിംഗ്, അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ. ഇത് നാച്ചുറൽ എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഐക്യം, സേവനം, ആരാധന, ഭക്തി, ജ്ഞാനം, റോയൽ ജീവിതം പോലുള്ള അധിക മൂല്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ വരുന്നത്. യോഗ ആളുകൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ സഹായിക്കുമ്പോൾ AI ഈ സേവനങ്ങളെല്ലാം എഫിഷ്യന്റായി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചേക്കാം. ഉദാഹരണത്തിന് റിസോഴ്സ് മാനേജ്മെന്റിനൊക്കെ. ഇത്രയും വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കണമെങ്കിൽ നല്ല സാമ്പത്തിക പിന്തുണ വേണ്ടേ? അതെങ്ങനെയാണ് ഈ കഴിവ് ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരു സസ്റ്റൈനബിൾ മോഡൽ ആണോ? അതൊരു പ്രധാന ചോദ്യമാണ്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പല വഴികളിലൂടെ വരുമാനം കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഡയറക്ടർമാർ തന്നെ ആദ്യം കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം ഓർഗാനിക് ചെടികൾ വിൽക്കുന്ന ഒരു നഴ്സറി, പിന്നെ മീൻ വളർത്തൽ, യോഗയ്ക്കും മറ്റു ക്ലാസുകൾക്കുമുള്ള സെന്ററുകൾ, ഒരു ഹെൽത്തി ഫുഡ് റെസ്റ്റോറന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അതെ, തുടക്കത്തിൽ ഒരു ബേസിക് ക്യാപിറ്റൽ ഉറപ്പാക്കി പെട്ടെന്ന് വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഈ ക്ലാസുകളും മറ്റും തുടങ്ങാനാണ് പ്ലാൻ. പിന്നീട് 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലുമായി ഈ വരുമാന മാർഗങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. ഏതൊക്കെ തരത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? ഒരുപാട് എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഏകദേശം 35 എണ്ണം. അതെ, ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും പലതരം സ്കിൽ ക്ലാസ്സുകൾ തന്നെ കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, ഗ്രൂപ്പുകൾക്ക്, കമ്പനികൾക്ക്, മറ്റു സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, AI പ്രോജക്ട് ട്രെയിനിങ്, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഡേ കെയർ മുതൽ സ്കൂളുകൾ വരെ, തൊഴിലാളികളെ എംപവർ ചെയ്യാനുള്ള പരിപാടികൾ, പെയ്ഡ് ഓൺലൈൻ കണ്ടന്റ് ഉണ്ടാവാം, ബിസിനസ് സർവേകളും കൺസൾട്ടിങ്ങും, ക്വാളിറ്റി ചെക്കിംഗ് സർവീസുകൾ, ഓട്ടിസം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സർവീസുകൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, താമസ സൗകര്യങ്ങള്, വെഹിക്കിൾ റെന്റല്, EV ചാർജിംഗ് സ്റ്റേഷനുകള്, വൃദ്ധസദനങ്ങള്, അങ്ങനെ ലിസ്റ്റ് നീളുന്നു. എല്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വരുമാന സ്രോതസ്സുകളെ നമുക്ക് പരിശീലന ക്ലാസ്സുകള്, വിദ്യാഭ്യാസ സംരംഭങ്ങള്, AI സേവനങ്ങള്, പിന്നെ ടൂറിസം, താമസം പോലുള്ള കമ്മ്യൂണിറ്റി സംരംഭങ്ങള് എന്നിങ്ങനെ പലതായി തിരിക്കാം. അപ്പോ സാമ്പത്തികമായിട്ട് ഒരു സ്വയം പര്യാപ്തത നേടുക എന്നത് തന്നെയാണ് ലക്ഷ്യം, അല്ലേ? തീർച്ചയായും. ഈ ഫിനാൻഷ്യൽ പ്ലാനും സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. ആദ്യം ക്യാപിറ്റൽ കണ്ടെത്തുന്നു, പെട്ടെന്ന് റവന്യൂ വരുന്ന ക്ലാസുകൾ തുടങ്ങുന്നു. 2-ാം ഘട്ടത്തിൽ ഈ സർവീസ് സെന്ററുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം എഡ്യൂക്കേഷൻ, AI പോലുള്ള പുതിയ ഏരിയകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. 3-ാം ഘട്ടത്തിലോ? 3-ാം ഘട്ടത്തിൽ കോർപ്പറേറ്റ് പാർട്ണർഷിപ്പിലൂടെയും മറ്റും വരുമാനം കൂട്ടി ടൂറിസം പോലുള്ള കുറച്ചുകൂടി വലിയ സംരംഭങ്ങളിൽ ആ പണം റീഇൻവെസ്റ്റ് ചെയ്യും. AI ഉപയോഗിച്ചുള്ള സർവേകളിലൂടെയൊക്കെ കാര്യക്ഷമത ഉറപ്പാക്കി ഏകദേശം ഒരു 3 വർഷത്തിനുള്ളിൽ ഫിനാൻഷ്യലി സസ്റ്റൈനബിൾ ആകാനും അതിനുശേഷം ഓൺലൈൻ പ്രോഗ്രാമുകളിലൂടെ ഗ്ലോബൽ റീച്ച് നേടാനുമാണ് ലക്ഷ്യം. ഓരോ വർഷവും ഒരു 20% ഗ്രോത്ത് ഒക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ ഇതിന്റെ സ്ഥാപകനായ മോഹനകൃഷ്ണൻ MTയുടെ വലിയൊരു അനുഭവ പരിചയവും ഒരു വിഷനും ഉണ്ടെന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഡോക്യുമെന്റ്സിലുണ്ടോ? ഉണ്ട്, കുറച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഹനകൃഷ്ണൻ MT ഒരു മുൻ സൈനികനായിരുന്നു.
NSG കമാൻഡോ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. UN-ന്റെ പീസ് കീപ്പിംഗ് മിഷനുകളിൽ പങ്കാളിയായിട്ടുണ്ട്. യോഗ ട്രെയിനറാണ്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും പ്രവൃത്തി പരിചയമുണ്ട്. ശ്രീലങ്ക, ജോർദാൻ, കെനിയ പോലുള്ള യുദ്ധം നാശം വിതച്ച സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും മറ്റും നിർവീര്യമാക്കുന്ന ഡീമൈനിങ് ഓപ്പറേഷനുകളിലും അവിടുത്തെ ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിന് ഏകദേശം 10 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് പറയുന്നത്. ഓഹോ, വളരെ വിപുലമായ അനുഭവ പരിചയമാണല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ഒരു ലോകം, ഒരു നമ്പർ, ഒരു വിദ്യാഭ്യാസം, ഒരു സുരക്ഷ, ഒരു തിരഞ്ഞെടുപ്പ് രീതി എന്നൊരു മിഷനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ കഴിവിന്റെ ഒരു അടിസ്ഥാന ആശയം എന്താന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ സർവേയിലൂടെ കണ്ടെത്തുക, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചതിന് പരിഹാരം കാണുക, അങ്ങനെ സമൂഹത്തെ സേവിക്കുക. കഴിവെന്ന പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ കണ്ടെത്താനും സ്വന്തം കഴിവ് ഉപയോഗിച്ചത് പരിഹരിക്കാനും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനും ആളുകളെ പ്രാപ്തരാക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കഴിവ് എന്നത് വളരെ ചിട്ടയായി ഒരുപാട് ആലോചിച്ച് തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതിയാണെന്ന് തോന്നുന്നു. നമ്മുടെ പാരമ്പര്യ അറിവായ യോഗയും ഏറ്റവും പുതിയ ടെക്നോളജിയായ AI-യും ജീവിതത്തിൽ അത്യാവശ്യമുള്ള സ്കിൽസും ഇതെല്ലാം കൂടി A to Z ഓഫ് ലൈഫ് എന്നൊരു വലിയ ഫ്രെയിംവർക്കിലൂടെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരിയാണ്. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും, കുട്ടികൾ മുതൽ മുതിർന്നവർക്കും പ്രായമായവർക്കും വരെ ഒരു ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്, അതായത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു നല്ല അവസ്ഥ, പിന്നെ ഒരു ശാക്തീകരണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശക്തി നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വ്യക്തിപരമായി ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു സംതൃപ്തി കിട്ടാനും ഇത് സഹായിക്കുമെന്നാണ് അവർ കരുതുന്നത്. തീർച്ചയായും. ഇത് കേൾക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിൽ വരുന്നുണ്ട്. യോഗ പോലെ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു ഇന്റേണൽ ഫോക്കസ് ഉള്ള ഒരു കാര്യവും AI പോലെ തികച്ചും ഡാറ്റയെ അടിസ്ഥാനമാക്കി പുറത്തേക്ക് നോക്കി പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയും പിന്നെ ജീവിതത്തിലെ വളരെ പ്രായോഗികമായ കഴിവുകളും ഇതെല്ലാം ഇത്ര അടുത്ത് ഒരുമിപ്പിക്കുമ്പോൾ വ്യക്തികൾ എങ്ങനെ വളരണം, സമൂഹം എങ്ങനെ മാറണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണകൾക്ക് എന്തു മാറ്റം വരും? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ ഒറ്റനോട്ടത്തിൽ ഭയങ്കര വ്യത്യസ്തമെന്ന് തോന്നുന്ന ഈ മേഖലകളെ ഒരുമിപ്പിക്കുന്നത് ഒരുപാട് പുതിയ സാധ്യതകൾ തുറന്നു തരുമായിരിക്കാം, അല്ലെ? അതേസമയം ചിലപ്പോൾ ചില വെല്ലുവിളികളും ഇതിലുണ്ടാവാം. എങ്ങനെയായിരിക്കും ഇത് പ്രാവർത്തികമാവുക എന്ന് കണ്ടറിയണം. എന്തായാലും ഇങ്ങനൊരു മോഡൽ, ഒരു സംയോജിത മാതൃക, അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും.